നമസ്കാരമുണ്ട്. നമ്മുടെ അൻസാരി ഉസ്താദ് ലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഇതിൽ. എനിക്ക് വലിയ റോളൊന്നുമില്ല. കാര്യം ഒരു കാര്യം ഉന്നയിച്ച് ഒരു വാർത്ത ചെയ്താൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആരെങ്കിലും എടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാനുള്ള ബാധ്യത തികച്ചും ആ വീഡിയോ ചെയ്യുന്ന ആൾക്കാണ്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഉസ്താദെ, അൻസാരി ഉസ്താദെ മറുപടി തരാതിരിക്കുന്നത്? അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം. ഞങ്ങളുടെ വാപ്പാടെ അച്ഛൻ, ഞങ്ങളുടെ ഉമ്മാടെ അമ്മ ഇവരാരും പൊട്ടു തൊട്ടിട്ടില്ല. പൊട്ടു തൊടാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലായിരുന്നു, മറിച്ച് അവർക്ക് പൊട്ടു തൊടാനുള്ള അവകാശമില്ലാത്തത് കൊണ്ടായിരുന്നു. എന്തിനേറെ ചേച്ചേ, ഞങ്ങളുടെ വാപ്പാടെ അച്ഛൻ മൂക്കിന് താഴെ മുളക്കുന്ന മീശ പോലും വെക്കാൻ അവകാശമില്ലായിരുന്നു. ഞങ്ങളുടെ പൊന്നമ്മച്ചിക്ക് മാറ് മറക്കാൻ അവകാശമില്ലായിരുന്നു. മാറ് മറക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അമ്മച്ചി കരം കൊടുക്കണമായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛന് മുട്ടിന് താഴെ മുണ്ട് കൊടുക്കാനുള്ള അവകാശമില്ലായിരുന്നു. എന്തിനേറെ ചേച്ചി, കേൾക്കണോ നിങ്ങൾക്ക്? ഞങ്ങളുടെ വാപ്പാടെ അച്ഛൻ അവര് കഴിക്കുന്ന ആഹാരത്തെ ആഹാരം എന്ന് പോലും പറഞ്ഞുകൂടാ. പറയേണ്ടത് അരിക്കണ്ടി എന്നാണ്, നിന്ദിച്ച് പറയണം. അവര് താമസിച്ചിരുന്ന സോവസതി ഭവനെന്ന് പറഞ്ഞുകൂടാ. ചാണകക്കുണ്ട് എന്ന് പറയണമായിരുന്നു. ഞങ്ങൾക്ക് ഉപ്പ് എന്ന് പറയാനുള്ള അവകാശമില്ല, ഉളിച്ചെന്ന് പറയണമായിരുന്നു. ഞങ്ങൾ ആരുടെയും കണ്ണിൽപ്പെടാൻ പാടില്ല, ദൃഷ്ടിദോഷം സംഭവിക്കും. ഞങ്ങൾ കൊണ്ടക്കാടിന്റെ ഉള്ളിൽ നൂന്ന് നടക്കണമായിരുന്നു. ഇങ്ങനെയൊക്കെ പാറ്റയും പല്ലിയും പഴുതാരിയൊക്കെ എഴിഞ്ഞു പോകുന്ന വഴിയിലൂടെ ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള അവകാശമില്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു അവകാശത്തിന് വേണ്ടി മഹാത്മാഗാന്ധി വന്നപ്പം വൈക്കത്തെ മലയിലെ കണ്ടംതുരുത്തി മലയിലെ നമ്പൂതിരി പറഞ്ഞു, നീച ജന്മങ്ങളാണ്, അവരെ വഴി നടത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അപ്പൊ ഉസ്താദെ, വാപ്പാടെ അച്ഛനെയും ഉമ്മാടെ അമ്മേനെയൊക്കെ ഉസ്താദ് സമ്മതിച്ച് ഞങ്ങള് പണ്ട് ഹിന്ദുക്കളാണെന്നുള്ളത് സമ്മതിച്ച. അപ്പൊ അന്ന് മാറുമറയ്ക്കലില്ലായിരുന്നു, പൊട്ടു തൊടാൻ പറ്റൂലായിരുന്നു, അമ്പലത്തിൽ പോകാൻ പറ്റൂലായിരുന്നു, വഴി നടക്കാൻ പറ്റൂലായിരുന്നു. ഒക്കെ ഉന്നത കുല ജാതന്മാര് ഇവിടെ സൃഷ്ടിച്ചെടുത്ത സംഭവങ്ങളാണ്. കാര്യം അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ അടിയാളന്മാരായിരുന്നു. അന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛനും അമ്മയുടെ അമ്മയും ഒക്കെ ഈ മതത്തിൽ തന്നെ അങ്ങോട്ട് പിടിച്ചു നിന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഹിന്ദു ആയിട്ട് നിൽക്കണ്. ചില ആൾക്കാർ ആരാണെന്നും ഞാൻ പറയൂല കേട്ടോ, പ്രത്യേകിച്ച് ഞാൻ ഉസ്താദിനെ പറയൂല. ചില ആൾക്കാർ ടിപ്പു എന്ന് പറഞ്ഞ പട്ടി വാള് കാണിച്ചപ്പോ പേടിച്ചു മാറി. പിന്നെ കുറെ എണ്ണം ഗോതമ്പ് പൊടിക്കുക വേറെന്തിനൊക്കെ വേണ്ടി മാറി എന്ന് പറയാണ്. നമുക്കറിയില്ല. പക്ഷെ ഉസ്താദ് അത്തരക്കാരനാണ് ഞാൻ പറയണില്ല, നമുക്ക് പറയാൻ പറ്റൂല. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ശവസ്ഥയുടെ മെയിൻ ആള് സുന്നികളെ നിരന്തരം ആക്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്കത് പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഉസ്താദെ, പഴയ ഹിന്ദു ആയിട്ടുള്ള ഉസ്താദെ, ഞങ്ങളുടെ മതത്തിൽ മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും പോലെയുള്ള നവോത്ഥാന നായകന്മാർ വന്നിട്ട് ഈ മതത്തിലുള്ള ഇതുപോലെയുള്ള വൃത്തികെട്ട സംഗതികളൊക്കെ അന്നേ എടുത്ത് കളയിപ്പിച്ച് സമരം ചെയ്ത് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത് കളയിച്ച് നവോത്ഥാനം കൊണ്ടുവന്ന്. നമ്മുടെ മതത്തിൽ എന്തെങ്കിലും ഉണ്ടാവും ഉസ്താദെ നവോത്ഥാനം കൊണ്ടുവന്നത്? അപ്പിടാൻ വരെ ആയത്ത് ചൊല്ലേണ്ട മതമാണ് നിങ്ങളത്. അതെങ്കിലും ഒന്ന് എടുത്തു കളയാനായിട്ട് ഉസ്താദിനെ കൊണ്ട്, മറ്റുള്ളവരൊക്കെ പോട്ടെ, ഉസ്താദ് ഭയങ്കര എന്താണ് ശവസ്ഥയുടെ ആളല്ലേ, ശവസ്ഥയ്ക്ക് ഊർജ്ജം പകർന്ന് ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോണ ആൾക്കാരെ, മുസ്ലിമിൽ നിന്ന് കൊഴിഞ്ഞു പോണ ആൾക്കാരെ ഉസ്താദ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ആളായതുകൊണ്ട് ചോദിച്ചാണ്. ഒരു നവോത്ഥാനം ആ തൂറ ആയതെങ്കിലും എടുത്തൊന്ന് കളഞ്ഞിട്ട് ഒരു നവോത്ഥാനം കൊണ്ടുവരാനായിട്ട് ഉസ്താദ് ശ്രമിക്കണം. കാര്യം ഹിന്ദു മതത്തിൽ ഒരുപാട് നവോത്ഥാനങ്ങൾ ഇനി ശബരിമല വിഷയത്തിൽ കൊണ്ടുവരണം. പറ്റൂന്നുണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് സ്ത്രീകൾക്കും ഇവിടുത്തെ അമ്മമാർക്കും പറ്റൂന്നുണ്ടെങ്കിൽ അതും കൊണ്ടുവരാൻ തയ്യാറാണ്. ഏത് തലേ ദിവസം കള്ളു കുടിച്ചിട്ട് അവിടെ പോണ അത്രയൊന്നുമില്ല ആർത്തവരക്തം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇവിടുത്തെ സ്ത്രീകൾക്ക്, ഭക്തജനങ്ങളായ സ്ത്രീകൾക്ക്, ഏത് മറ്റേ അർവാണിമാര് പോലെയല്ല, ഭക്തജനങ്ങളായ സ്ത്രീകൾക്ക് സമ്മതമാണെങ്കിൽ അതും ചെയ്യാൻ തയ്യാറായിരിക്കും. ആവും, കാലങ്ങൾ കഴിയുന്നതോറും അതൊക്കെ സംഭവിക്കാം. നിങ്ങളിൽ എന്തെങ്കിലും ഒരെണ്ണം ഉസ്താദെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഒരെണ്ണം ഒന്ന് കാണിച്ചു തന്നെ. ഖുറാനിലുള്ള ഏതെങ്കിലും ഒരു ആയത്ത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, അത് ശരിയല്ല എന്ന് പറയണം ഒരു സാധനം. അറ്റ്ലീസ്റ്റ് ആ തൂറാനുള്ള ആയത്തെങ്കിലും ഒന്ന് എടുത്തു കളയണമെന്ന് റിക്വസ്റ്റ് ഉസ്താദെ, റിക്വസ്റ്റ്. അപ്പൊ ഇതിന്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉസ്താദ് നമ്മളെ പോലെയുള്ള ചെറിയ ആൾക്കാരൊന്നും മൈൻഡില്ലാന്ന് എനിക്ക് അറിയാം. അപ്പൊ എല്ലാവരോടും നന്ദി, നമസ്കാരം.